കർത്താവേ, അരുളിച്ചെയ്താലും അടിയങ്ങൾ കേൾക്കുന്നു. നിങ്ങൾക്ക് വിശ്രമിക്കുവാനും സാന്ത്വനം അനുഭവിക്കാനും കഴിയുന്ന ഏക സങ്കേതസ്ഥാനം മക്കളെ എൻ്റെ സ്നേഹ തണലാണ്. നിന്നെ ആശ്വസിപ്പിക്കാനും പ്രത്യാശയിൽ ഉറപ്പിക്കാനും ഞാൻ എപ്പോഴും നിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഓരോ ശ്വാസത്തിലും എൻ്റെ സാന്നിധ്യം ശ്വസിച്ചറിയാനും ഓരോ ജീവിത അനുഭവങ്ങളിലും എൻ്റെ കരുതൽ രുചിച്ചറിയുവാനും എൻ്റെ മക്കൾക്ക് കഴിയുമ്പോഴാണ് നിങ്ങൾ വിശ്വാസപൂർണതയിലേക്ക് വളരുന്നത്. കുഞ്ഞെ, നിന്റെ തൊട്ട് മുമ്പിലുള്ള വഴി ചെങ്കുത്തായ താഴ്ചയുള്ളതായിരിക്കും. എൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ച് വളരെ സാവധാനം നീ ചുവടുവെക്കണം. സഹന വഴികളിലൂടെയുള്ള യാത്ര എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും. പഠിക്കാൻ വളരെ വിഷമമുള്ള ചുവടുവയ്പ്പാണത്. ധൃതിയിൽ അമിത ആത്മവിശ്വാസത്തോടെ എൻ്റെ കൈവിട്ട് ഓടരുത്. എൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ വിശ്വാസത്തിൻ്റെ കരങ്ങൾ എൻ്റെ നേരെ നീ ഉയർത്തണം. അപ്പോൾ എൻ്റെ പ്രകാശവും ജീവനും ആനന്ദവും സമാധാനവുമൊക്കെ നിന്നിലേക്ക് സമർത്ഥമായി ഒഴുകിയെത്തും. എൻ്റെ കരങ്ങളിൽ നിന്നും പിടിവിട്ട് നീ ഓടുമ്പോൾ ഇടറുകയും പതറുകയും ചെയ്തേക്കാം. അപ്പോൾ നീ പിടിമുറുക്കുന്ന ഭൗതിക സങ്കേതങ്ങൾ താങ്ങി നിർത്താൻ ഒരിക്കലും ശക്തമായിരിക്കില്ല. കാരണം അതൊക്കെ ജീവചൈതന്യമില്ലാത്ത ചാരങ്ങളാണ്. കാലിടറുമ്പോൾ നീ എന്നിലേക്ക് ചായണം. എൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കണം. എൻ്റെ സാന്നിധ്യത്തിലെ സുരക്ഷിതബോധം അപ്പോൾ നിനക്ക് അനുഭവിക്കാൻ പറ്റും. മത്തായി 11-ാം അധ്യായം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. സഖരിയ പ്രവചനം 1-ാം അധ്യായം. അതുകൊണ്ട് നീ അവരോട് പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ. അപ്പോൾ ഞാനും നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദിശാബോധവും ശക്തിയും ബലവും പകരട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.